നമ്മൾ ഫോർത്ത് ചാപ്റ്റർ ഐഡന്റിറ്റീസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഐഡന്റിറ്റി നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ കലണ്ടറിലെ നമ്പേഴ്സ് സെലക്ട് ചെയ്ത് ഓൾജിബ്രയിൽ എഴുതുന്നു പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലെ നമ്പേഴ്സിനെ സെലക്ട് ചെയ്ത് അത് നമുക്ക് ഓൾജിബ്രയിൽ എഴുതി നോക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ് നെക്സ്റ്റ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ നിന്നാണ് നമ്പേഴ്സ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഫുൾ എഴുതിയിട്ടില്ല, കുറച്ച് പാർട്ട് എഴുതിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ എന്ത് വേണം? 4 നമ്പേഴ്സ് സെലക്ട് ചെയ്യണം. ആ 4 നമ്പേഴ്സ് ഒരു സ്ക്വയർ ഫോം ചെയ്യുന്നതായിരിക്കണം. അതിന്റെ ഡയഗണൽസിന്റെ സമ്മാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ ഏതെങ്കിലും 4 നമ്പേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ഈ സ്ക്വയർ സെലക്ട് ചെയ്തു. 12, 15, 16, 20 അങ്ങനെ 4 നമ്പേഴ്സ് സെലക്ട് ചെയ്തു. ആ സെലക്ട് ചെയ്യുന്നതിന്റെ ഡയഗണൽസ് ആഡ് ചെയ്യുക. ഡയഗണൽസ് ആഡ് ചെയ്യുമ്പോൾ 12 പ്ലസ് 20, അടുത്ത ഡയഗണൽ 15 പ്ലസ് 16, 12 പ്ലസ് 20, 32, 15 പ്ലസ് 16, 31. ഈ ഡിഫറൻസ് ആണ്. ഡിഫറൻസ് 32 മൈനസ് 31 ഈക്വൽ ടു 1. ഡിഫറൻസ് 1 ആണ് കിട്ടിയത്. 4 നമ്പേഴ്സ് എങ്ങനെയുള്ള 4 നമ്പേഴ്സ് സെലക്ട് ചെയ്ത് സ്ക്വയർ ഫോം ചെയ്യുന്ന 4 നമ്പേഴ്സ് സെലക്ട് ചെയ്തു, ഡയഗണൽസ് ആഡ് ചെയ്തു, ഡിഫറൻസ് കണ്ടുപിടിച്ചു, 1 കിട്ടി. നെക്സ്റ്റ് നമുക്ക് വേറെ 4 നമ്പേഴ്സ് കൂടി സെലക്ട് ചെയ്ത് നോക്കാം. ഇവിടെ ലാസ്റ്റ് കുറച്ച് വലിയ നമ്പർ സെലക്ട് ചെയ്തു. ഈ നമ്പേഴ്സ് സെലക്ട് ചെയ്തു. 35, 40, 42, 48. ഈ 4 നമ്പേഴ്സ് സെലക്ട് ചെയ്തതിൽ ഈ ഡിഫറൻസ് 1 തന്നെയാണോ കിട്ടണേ എന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 35 പ്ലസ് 48, അടുത്തത് 40 പ്ലസ് 42. അപ്പോൾ ഇവിടെ എത്ര കിട്ടി? 83 കിട്ടി. 40 പ്ലസ് 42 82 കിട്ടി. അപ്പോൾ ഡിഫറൻസ് എന്ത് വന്നു? ഡിഫറൻസ് 83 മൈനസ് 82, 1 കിട്ടി. അപ്പോൾ ഡിഫറൻസ് എപ്പോഴും സെയിം ആണ്. ഇനി എന്ത് വേണം നമുക്ക്? ഓൾജിബ്രയിൽ എഴുതണം. നമ്മൾ സെലക്ട് ചെയ്ത 4 നമ്പേഴ്സ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 2 നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആണ് ഓരോ നമ്പർ. നേരത്തെ കലണ്ടറിൽ നമുക്ക് അഡീഷൻ ആയിരുന്നു, അതുകൊണ്ട് ഈസിയാണ്. ഈ 35ഉം 40, 42ഉം 48ഉം 2 നമ്പേഴ്സിന്റെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ ആണ്. അപ്പൊ നമുക്ക് അതിലൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. 35നെ 7 into 5 എന്ന് എഴുതി. 40 8 into 5. നെക്സ്റ്റ് 42നെ 7 into എത്രയാ? 6. 48 എങ്ങനെ എഴുതും? 8 into 6. അപ്പൊ ഇതിനെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതി. ഇനി നമുക്ക് എന്ത് വേണം? ഇതിന്റെ ഓൾജിബ്ര എഴുതണം. ഓൾജിബ്ര എഴുതണമെങ്കിൽ ഇവിടെ 2 നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് 2 ലെറ്റേഴ്സ് വേണം. അപ്പൊ നമ്മൾ എക്സും വൈയും എടുത്തു. അപ്പൊ 7നെ നമുക്ക് y എന്ന് ഡിനോട്ട് ചെയ്യാം. 7 വൈയും 5 എക്സും ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ആദ്യത്തെ നമ്പർ എഴുതിയിട്ട് ആ നമ്പറിന് റിലേറ്റഡ് ആയിട്ടാണ് മറ്റുള്ള നമ്പേഴ്സ് എഴുതുന്നത്. അപ്പൊ 7നെ വൈയും 5നെ എക്സും ആയിട്ട് എഴുതി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 7 y 5 x. 7 into 5 ആണ്, y into x ആണ്. 2 വേരിയബിൾ ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാന്ന് പറഞ്ഞിട്ട് ഇൻറ്റു എഴുതണ്ട. അപ്പൊ y x. നെക്സ്റ്റ് താഴെ 7 into 6. 7 സെയിം ആണ്. അപ്പൊ 7 എന്താ എഴുതിയാൽ മതി? y. 6നെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? 5x ആണ്. അങ്ങനെയാണെങ്കിൽ 6 എന്തായിരിക്കും? എക്സിന്റെ കൂടെ 1 ആഡ് ചെയ്തത് അല്ലേ? 5x 6 അപ്പൊ എന്തായിരിക്കും? x plus 1. ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് വേണം? ഇവിടെ അഡീഷൻ ഉള്ളത് കൊണ്ട് ഇവിടെ എന്ത് വേണം? ബ്രാക്കറ്റ് വേണം. അപ്പോൾ y ഇൻറ്റു x plus 1. നെക്സ്റ്റ് 7 നമ്മൾ y എന്നാണ് എഴുതിയത്. അങ്ങനെയാണെങ്കിൽ 8 എന്തായിരിക്കും? 7ന്റെ കൂടെ 1 ആഡ് ചെയ്യുക. അപ്പോൾ y യുടെ കൂടെ 1 ആഡ് ചെയ്യുക. y plus 1. നെക്സ്റ്റ് 5നെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്? എക്സ് കൊണ്ടാണ്. അപ്പൊ എക്സ്. ഇനി ഇവിടെ 8നെ എങ്ങനെയാണ് നമ്മൾ എഴുതിയത്? ഇവിടെ 8നെ y plus 1ഉം
6നെ എക്സ് പ്ലസ് 1 എന്നാണ് എഴുതിയത്. y 7 ആയപ്പോൾ 8y പ്ലസ് 1, y 5 എക്സ് ആയപ്പോൾ 6 എക്സ് പ്ലസ് 1. അപ്പോൾ 8ന് നമ്മൾ എന്താ എഴുതിയത്? y പ്ലസ് 1, y പ്ലസ് 1. 6ന് നമ്മൾ എന്താ എഴുതി? എക്സ് പ്ലസ് 1. അപ്പൊ നമ്മളിപ്പോ ഓൾജിബ്രയിൽ എഴുതൽ വരും. ഇനി നമുക്കിവിടെ ഓൾജിബ്രയിൽ നമ്മൾ എഴുതിയത് ആഡ് ചെയ്ത ഡിഫറൻസ് കാണുമ്പോൾ ഈ നമ്പേഴ്സിന് ചെയ്തപ്പോൾ കിട്ടിയ 1 തന്നെയാണോ കിട്ടണതെന്ന് നോക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം 2 ഡയഗണൽസും ആഡ് ചെയ്ത് നോക്കണം. അതിന് മുന്നേ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ഇത് ചെയ്ത് നോക്കാം. y പ്ലസ് 1 ഇൻറ്റു എക്സ്, ഇത് ഓരോന്ന് ചെയ്ത് നോക്കാം. y പ്ലസ് 1 ഇൻറ്റു എക്സിനെ നമ്മൾ എന്ത് ചെയ്തു? y എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സിന് എന്തായിരുന്നു പറഞ്ഞത്? എക്സ് മാത്രം. നെക്സ്റ്റ് y ഇൻറ്റു എക്സ് പ്ലസ് 1, y ഇൻറ്റു എക്സ് പ്ലസ് 1 എങ്ങനെ എഴുതും? y എക്സ് പ്ലസ് y ഇൻറ്റു 1 മീൻസ് y. നെക്സ്റ്റ് y പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ഈക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്യാം. y ഇൻറ്റു എക്സ് y എക്സ് പ്ലസ് y ഇൻറ്റു 1 എന്ന് പറയുന്നത് y എ പ്ലസ് 1 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1 ഇൻറ്റു 1 എന്ന് പറയുന്നത് 1. ഇത് മൂന്നും ആദ്യം മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ എഴുതിയെന്ന് മാത്രം, ഈസി ആയിട്ട് ചെയ്യാനായിട്ട്. ഇനി ഡയഗണൽസ് ആഡ് ചെയ്യണം. ഡയഗണൽസ് y എക്സ് പ്ലസ് y പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 എന്താ ഇവിടെ? y എക്സ് പ്ലസ് y പ്ലസ് എക്സ് പ്ലസ് 1, y എക്സ് പ്ലസ് y എക്സ് പ്ലസ് y പ്ലസ് എക്സ് പ്ലസ് 1. ഇനി ഇതില് ഏതെങ്കിലും വേരിയബിൾസ് ഒരുപോലെ ഇരിക്കുന്നുണ്ട് നോക്കുക. അപ്പൊ ഇവിടെയും y എക്സ് ഉണ്ട്, ഇവിടെയും y എക്സ് ഉണ്ട്. ഈ രണ്ട് y എക്സിന്റെയും കൂടെ നമ്പറുകളൊന്നും ഇല്ല. അതിന്റെ അർത്ഥം അവിടെ എന്തുണ്ട്? 1 ഉണ്ട്. ദാറ്റ് മീൻസ് 1 y എക്സ് പ്ലസ് 1 y എക്സ്. അപ്പൊ എന്ത് ചെയ്യാം? ഇതിനെ ഒരുമിച്ച് എന്ത് ചെയ്യാം? ഈ നമ്പേഴ്സ് ആഡ് ചെയ്യാം. അപ്പൊ 1ഉം 1ഉം ആഡ് ചെയ്യുമ്പോൾ 2. 1 ആയതുകൊണ്ടാണ് അവിടെ നമ്പർ ഇല്ലാത്തത്. അപ്പൊ ഇതിന് എന്ത് എഴുതാം? 2yx പ്ലസ് y പ്ലസ് എക്സ് പ്ലസ് 1. അപ്പൊ ആദ്യത്തെ ഡയഗണൽസ് ആഡ് ചെയ്തു. നെക്സ്റ്റ് അടുത്ത ഡയഗണൽ നോക്കാം. അടുത്ത ഡയഗണലിൽ y പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് y ഇൻറ്റു എക്സ് പ്ലസ് 1. y പ്ലസ് 1 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എത്രയാ? y എക്സ് പ്ലസ് എക്സ്. അതിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? ഈ ഡയഗണലിൽ ഇതും കൂടി ആഡ് ചെയ്യണം. y ഇൻറ്റു എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് എത്രയാ? y എക്സ് പ്ലസ് y പ്ലസ് y എക്സ് പ്ലസ് y. അതായത് ഇത് രണ്ടും ആഡ് ചെയ്തു. ഇവിടെ ഇത് ആദ്യം മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ഈസി ആക്കാൻ വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇത് രണ്ടും ആഡ് ചെയ്യണം. ഇത് രണ്ടും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്ത്? y എക്സ് പ്ലസ് എക്സ് ആണ്, y എക്സ് പ്ലസ് y ആണ്. ആഡ് ചെയ്യുമ്പോൾ ഇവിടെ y എക്സ് പ്ലസ് y എക്സ് ഉണ്ട്. നേരത്തെ ചെയ്ത പോലെ y എക്സ് പ്ലസ് y എക്സ് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2yx കിട്ടും. പ്ലസ് പിന്നെ ഇവിടെ ഉള്ളത് എക്സ് പ്ലസ് y, 2yx പ്ലസ് എക്സ് പ്ലസ് y. രണ്ട് ഡയഗണലിലെ നമ്പേഴ്സും ആഡ് ചെയ്ത് എഴുതി. ഇനി എന്ത് വേണം? ഇതിന്റെ ഡിഫറൻസ് കാണണം. ഡിഫറൻസ് കാണണം. ഇതിൽ രണ്ടിലുള്ള ഒരുപോലത്തെ ടേം ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി എന്താ ഉള്ളതെന്ന് നോക്കിയാൽ മതി. 2yx ഉണ്ട്, ഇവിടെയും 2yx ഉണ്ട്. അപ്പൊ ഇത് ക്യാൻസൽ ആയി പോയി. നെക്സ്റ്റ് ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെയും എക്സ് ഉണ്ട്. ഇവിടെ y ഉണ്ട്, ഇവിടെയും y ഉണ്ട്. ബാക്കി ഇവിടെ ബാലൻസ് ഉള്ളത് എന്താ? ഒരു 1. ദാറ്റ് മീൻസ് their difference is 1. അപ്പൊ നമ്പേഴ്സ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഡയഗണലിന്റെ സമ്മിന്റെ ഡിഫറൻസ് കണ്ടപ്പോഴും 1 കിട്ടി. ഓൾജിബ്രയിൽ എഴുതിയിട്ട് ഡിഫറൻസ് എഴുതിയപ്പോഴും 1 കിട്ടി. ഇനി മിക്ക പ്രോബ്ലങ്ങളും ഇങ്ങനെ ഓൾജിബ്രയിൽ എഴുതണം. ഓൾജിബ്ര എക്സ്പ്ലെയിൻ ചെയ്ത് ആ നമ്പേഴ്സിന്റെ ഡിഫറൻസ് തന്നെയാണെന്ന് പ്രൂവ് ചെയ്യും. നെക്സ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കുറച്ച് നമ്പേഴ്സ് ഇങ്ങനെ ടേബിളിൽ തന്നിട്ടുണ്ട്. നമുക്ക് എഴുതേണ്ടത് ഇതിൽ നിന്ന് സ്ക്വയർ ഫോം ചെയ്യുന്ന 4 നമ്പേഴ്സ് സെലക്ട് ചെയ്യാം. ആ 4 നമ്പേഴ്സിന്റെ ഡയഗണൽസിന്റെ പ്രോഡക്റ്റ് കാണുക. അതിനുശേഷം ഓൾജിബ്ര എഴുതുക. അത് ഓൾജിബ്രയിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. എക്സ്പ്ലെയിൻ യൂസിങ് ഓൾജിബ്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആദ്യം 4 നമ്പേഴ്സ് സെലക്ട് ചെയ്യാം. നമ്മൾ നമ്പേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ചെറിയ നമ്പേഴ്സ് സെലക്ട് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പൊ ഇവിടെ നമ്പേഴ്സ് സ്ക്വയർ ഫോം ചെയ്യുന്ന 4 നമ്പേഴ്സ് ഇത് സെലക്ട് ചെയ്തു. 1, 2, 6, 7 ആണ് ഞാൻ സെലക്ട് ചെയ്തത്. ഡയഗണൽസിന്റെ പ്രോഡക്റ്റ് കാണാം. ഡയഗണൽസ് 1 into 7,
equal to 7. Next 2 into 6 equal to 12. ഡയഗണൽസിന്റെ പ്രോഡക്റ്റ് കണ്ടു, ഡിഫറൻസ് കാണാം. ഡിഫറൻസ് 12 minus 7 equal to 5. വേറെ ഏതെങ്കിലും 4 നമ്പേഴ്സ് കൂടി സെലക്ട് ചെയ്ത് നോക്കാം നമുക്ക്. അത് തന്നെ കിട്ടും. വേറെ 4 നമ്പേഴ്സ് ഇത് സെലക്ട് ചെയ്തു. അപ്പോൾ 4 into 10 equal to 40. Next 9 into 5 equal to 45. ഡിഫറൻസ് 45 minus 40 equal to 5. അപ്പോഴും അങ്ങനെ തന്നെ കിട്ടി. ഇനി എന്ത് വേണം? ഓൾജിബ്രയിൽ എഴുതണം. ഓൾജിബ്രയിൽ എഴുതാൻ എങ്ങനെ എഴുതണം? ഓൾജിബ്രയിൽ എഴുതാൻ നമ്മൾ സെലക്ട് ചെയ്ത നമ്പേഴ്സ് എഴുതി 1 2 6 7. അപ്പോൾ ഇവിടെ 1ന് പകരം നമ്മൾ x എഴുതി. നെക്സ്റ്റ് 2 x 1 ആണെങ്കിൽ 2ന് എന്ത് എഴുതണം? +1 എഴുതിയാൽ മതി. x + 1. നെക്സ്റ്റ് 6 കിട്ടാൻ എന്ത് ചെയ്തു? 1ന്റെ കൂടെ 5 ആഡ് ചെയ്തു. അപ്പോൾ x + 5. നെക്സ്റ്റ് 6ന്റെ കൂടെ 1 ആഡ് ചെയ്തപ്പോൾ x + 5 + 1 that is x + 6. അപ്പോൾ നമ്മൾ ഓൾജിബ്രയിൽ എഴുതി. ഓൾജിബ്രയിൽ എഴുതിയ 4 നമ്പേഴ്സും ഡയഗണലിന്റെ പ്രോഡക്റ്റ് കാണാൻ, ഡിഫറൻസ് കാണുമ്പോൾ 5 തന്നെയാണ് കിട്ടണമെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പോൾ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക. x into x plus 6 diagonals multiply. x into x plus 6 means x square plus 6x. Next diagonal x plus 1 into x plus 5. That is equal to x into x, x square plus x into 5. ആദ്യ നമ്പർ എഴുതണം. x into 5 എന്ന് പറയുമ്പോൾ 5x. 1 into x, 1 into x 1 എഴുതേണ്ട ആവശ്യമില്ല. x plus 1 into 5 5. ഇനി ഒരുപോലെയുള്ള വേരിയബിൾ ഉള്ളത് 5x-നും x-ഉം. ഇവിടെ 5x-ഉം പിന്നെ x എന്ന് പറഞ്ഞാൽ 1x. അപ്പോൾ 5 + 1 ആഡ് ചെയ്യുമ്പോൾ 6x കിട്ടും. ഇവിടെ x square plus 6x plus 5. ഇനി ഡിഫറൻസ് എഴുതുമ്പോൾ x square plus 6x ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ബാക്കി ഇവിടെ ഉള്ളത് എന്താ? 5 ആണ്. അപ്പോൾ x square 6x plus 5 minus x square plus 6x എന്ന് പറയുമ്പോൾ ആൻസർ എന്ത് കിട്ടി? 5 കിട്ടി. നമ്പേഴ്സ് ചെയ്തപ്പോഴും 5 കിട്ടി, ഓൾജിബ്രയിൽ ചെയ്തപ്പോഴും 5 കിട്ടി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ തേർഡ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ആ ടേബിളിൽ തന്നെ 9 നമ്പേഴ്സ് സെലക്ട് ചെയ്ത ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട്. 9 നമ്പേഴ്സ് എഴുതിയിട്ട് 8 9 10 13 14 15 18 19 20. അതിലെ 4 കോർണേഴ്സിലുള്ള നമ്പേഴ്സ് മാർക്ക് ചെയ്ത് റൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് ഡയഗണൽ പ്രോഡക്ട്സ്? ഡിഫറൻസ് എന്ന് വെച്ചാൽ ഈ മാർക്ക് ചെയ്ത നമ്പേഴ്സിൽ ഡയഗണലുള്ള നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് കാണാം, അതിന്റെ ഡിഫറൻസ് കാണാം. അപ്പൊ ഇവിടെ ഈ ഡയഗണലിൽ 8ഉം 20 ആണ് 2 നമ്പേഴ്സ് ഉള്ളത്. അതിന്റെ പ്രോഡക്റ്റ് അപ്പൊ 8 into 20 ആൻസർ 160. നെക്സ്റ്റ് ഡയഗണലിലുള്ള 2 നമ്പേഴ്സ് 18ഉം 10. അപ്പൊ 18 into 10 equal to 180. ഇനി ഇതിന്റെ ഡിഫറൻസ് കാണാം. ഡിഫറൻസ് ഈക്വൽ ടു 180 minus 160 that is equal to 20. അപ്പോൾ ഡിഫറൻസ് 20 കിട്ടി. ഇനി ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ഇതാണ്, എക്സ്പ്ലെയിൻ യൂസിങ് ഓൾജിബ്ര. ഇനി ഓൾജിബ്രയിൽ വെച്ച് എഴുതണം. ആദ്യം എന്ത് വേണം? ഓൾജിബ്രയിൽ എഴുതണം. അപ്പോൾ 8നെ x ആയിട്ട് എടുക്കണം നമുക്ക്. 8നെ x ആകുമ്പോൾ 9 എന്തായിരിക്കും? x plus 1. 10 x plus 2. ഇനി 8ന്റെ കൂടെ 5 ആഡ് ചെയ്തപ്പോഴാണ് 13 കിട്ടിയത്. അപ്പൊ x plus 5. നെക്സ്റ്റ് നമ്പർ x plus 5. ഈ x plus 5ന്റെ കൂടെ 1 ആഡ് ചെയ്തപ്പോഴാണ് 14 കിട്ടിയത്. അപ്പൊ x plus 5 plus 1 that is x plus 6. അടുത്ത നമ്പർ 1 ആഡ് ചെയ്തപ്പോഴാണ് 15 കിട്ടിയത്. അപ്പൊ ഇതിന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ x plus 7. നെക്സ്റ്റ് ഇവിടെ 13ഉം 18ഉം തമ്മിലുള്ള ഡിഫറൻസ് 5 ആണ്. അപ്പൊ ഈ x plus 5ന്റെ കൂടെ 5 കൂടി ആഡ് ചെയ്യണം. അപ്പൊ 5 plus 5 ആകുമ്പോൾ 10 ആയി. അപ്പൊ x plus 10. ഇവിടെ അടുത്ത നമ്പർ കിട്ടാൻ 1 ആഡ് ചെയ്യുമ്പോൾ x plus 11.
നെക്സ്റ്റ് 1 ആഡ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 12. അപ്പോൾ ഓൾജിബ്രയിൽ എഴുതി. ഇനി എക്സ്പ്ലെയിൻ യൂസിങ് ഓൾജിബ്ര എന്ന് വെച്ചാൽ ഇതിലെ കോർണർ ആയിട്ടുള്ള നമ്പേഴ്സിന് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഡിഫറൻസ് 20 ആണെന്ന് നമുക്ക് ചെയ്ത് കാണിക്കാം. ആദ്യം ഈ ഡയഗണലിലെ നമ്പേഴ്സ് എക്സും എക്സ് പ്ലസ് 12. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 12. അടുത്ത ഡയഗണലിലെ നമ്പേഴ്സ് എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 10. മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 12 എക്സ്. നെക്സ്റ്റ് എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 10 എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ എക്സ് ഇൻറ്റു 10x plus 2 into x 2x plus 2 into 10 that is 20. അപ്പോൾ ഇതില് x സ്ക്വയർ xന് പവർ 2 ഉള്ള ഈ ഒരു ടേം മാത്രമേ ഉള്ളൂ x സ്ക്വയർ. പക്ഷെ xന് പവർ 1 ഉള്ള രണ്ടെണ്ണം ഉണ്ട്, 10ഉം 10x-ഉം 2x-ഉം. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ പ്ലസ് 10 plus 2 12x plus 20. x into x plus 12 ചെയ്തപ്പോൾ x square plus 12x. x plus 2 into x plus 10 ചെയ്തപ്പോൾ x square plus 12x plus 20. അപ്പോൾ ഡിഫറൻസ് കാണുമ്പോൾ ഇവിടെ എത്ര എഴുതിയുള്ളത് 20. അപ്പോൾ ഡിഫറൻസ് ഈക്വൽ ടു 20. അപ്പോൾ നമുക്ക് നമ്പർ ചെയ്തപ്പോഴും 20 കിട്ടി, ഓൾജിബ്രയിൽ എഴുതി ചെയ്തപ്പോഴും 20 കിട്ടി. നെക്സ്റ്റ് വൺ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൽ 9 നമ്പേഴ്സ് സെലക്ട് ചെയ്ത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. നമ്പേഴ്സ് 6, 8, 10, 9, 12, 15, 12, 16, 20. അതിലെ 4 കോർണേഴ്സിലുള്ള നമ്പേഴ്സ് റൗണ്ട് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് ഡയഗണൽ സംസ്? അതായത് ഡയഗണലിലുള്ള നമ്പേഴ്സിന്റെ സമ്മ് കണ്ട് ഡിഫറൻസ് കാണണം. അപ്പോൾ ഫസ്റ്റ് ഡയഗണൽ, ഈ ഡയഗണൽ എടുക്കുമ്പോൾ റൗണ്ട് ചെയ്ത നമ്പേഴ്സ് മാത്രമാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ 6ഉം 20. അപ്പോൾ 6 + 20 സമ്മ് 6 + 20 is 26. നെക്സ്റ്റ് ഡയഗണൽ എടുക്കുമ്പോൾ 12 + 10 = 22. അപ്പോൾ രണ്ട് ഡയഗണലിന്റെ കോർണർ നമ്പേഴ്സിലെ സമ്മ് കണ്ടു. ഇനി എന്ത് വേണം? ഡിഫറൻസ് വേണം. അപ്പോൾ ഡിഫറൻസ് ഈക്വൽ ടു 26 - 22 = 4. അപ്പോൾ കോർണറിലെ നമ്പേഴ്സിന്റെ സമ്മ് കണ്ട് ഡിഫറൻസ് കണ്ടപ്പോൾ ആൻസർ 4 കിട്ടി. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ യൂസിങ് ഓൾജിബ്ര. അപ്പോൾ നമുക്കിത് ഓൾജിബ്രയിൽ എഴുതണം. മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലെ 9 നമ്പേഴ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് 2 വേരിയബിൾ അതിൽ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ 9 നമ്പേഴ്സിനെ 2 നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് ആദ്യം എഴുതാം. ഫസ്റ്റ് നമ്പർ 6നെ നമ്മൾ എഴുതി 3 × 2. നെക്സ്റ്റ് 9 3 × 3, 12 3 × 4. നെക്സ്റ്റ് 8 4 × 2, 12 4 × 3. നെക്സ്റ്റ് 4 × 4. നെക്സ്റ്റ് 10 5 × 2, 15 5 × 3, 20 5 × 4. ഈസി ആയിട്ട് ഓൾജിബ്രയിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതിയത്. അതിൽ നമുക്ക് 3നെ നമ്മൾ y എന്നും കൊടുത്തു, 2നെ x എന്നും കൊടുത്തു. അപ്പോൾ മൾട്ടിപ്ലിക്കേഷനിലെ നമ്പേഴ്സിന് ഓൾജിബ്ര വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് 2 വേരിയബിൾ ആവശ്യമുണ്ട്. ഇവിടെ y-ഉം x കൊടുത്തു. നമുക്ക് ഓൾജിബ്രയിൽ എഴുതാം. 3ക്ക് y കൊടുത്തു, അപ്പോൾ y, 2ന് x കൊടുത്തു, അപ്പോൾ yx. ഇതുപോലെ മുന്നേ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തപ്പോൾ നമ്മൾ എഴുതിയിട്ടുണ്ട് yx. നെക്സ്റ്റ് താഴേക്ക് നോക്കുമ്പോൾ 3 തന്നെയാണ്. അപ്പോൾ y ഇൻറ്റു ഇവിടെ 2നാണ് x കൊടുത്തത്, അപ്പോൾ 3ക്ക് എന്ത് എഴുതും? x + 1, y ഇൻറ്റു x + 1. നെക്സ്റ്റ് 3ക്ക് വീണ്ടും y, 4ന് x + 1ന്റെ കൂടെ 4 എഴുതാൻ 3യുടെ കൂടെ 1 ആഡ് ചെയ്തു. അപ്പോൾ x + 1ന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്തായി? x + 2y. നെക്സ്റ്റ് നമ്പർ y ഇവിടെ 3 ആണ്, ഇവിടെ 4 ആയി. അപ്പോൾ എന്ത് ചെയ്തു? y 1 കൂടി. അപ്പോൾ ഇവിടെ എന്ത് വന്നു? y + 1 ഇൻറ്റു 2, ഇവിടെ 2 തന്നെയാണ്, അപ്പോൾ ഇവിടെ x. നെക്സ്റ്റ് നമ്പർ y 1 കൂടി, x ഉം 1 കൂടി. അപ്പോൾ എന്ത് വന്നു?
y plus 1 into x plus 1. Next y 4 തന്നെ. Next 4 അപ്പോൾ y plus 1 into കൂടെ 4 3 കൂടെ 1 ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്ത് വന്നു x plus 2. നെക്സ്റ്റ് നമ്പർ y 3 ആയപ്പോൾ y ആയി, 4 ആയപ്പോൾ അത് y plus 1 ആയി, 5 ആയപ്പോൾ എന്തായി അതിൻ്റെ കൂടെ 1 കൂടി ആഡ് ചെയ്തു. അപ്പോൾ y plus 1 plus 1 y plus 2 into x ആണ് ഇവിടെ 2, x തന്നെയാണ്. അപ്പോൾ x. നെക്സ്റ്റ് ഇവിടെ 5 ന് എത്ര കിട്ടിയത് നമുക്ക് y plus 2. ഇവിടെ 2 ഉണ്ടായിരുന്നത് ഇവിടെ 3 ആയി. അപ്പോൾ എന്ത് വേണം 1 ആഡ് ചെയ്യണം. അപ്പോൾ x ന്റെ കൂടെ എന്തായി x plus 1 ആണ്. നെക്സ്റ്റ് 5 തന്നെ. 5 ന് നമുക്ക് നമ്മൾ എന്താ എഴുതിയത് y plus 2. അപ്പോൾ y plus 2, 5 ന് y plus 2, 3 ക്ക് നമ്മൾ എഴുതിയത് x plus 1. അപ്പോൾ 4 എന്തായിരിക്കും x plus 2. അപ്പോൾ നമ്മൾ ഓൾജിബ്രയിൽ എഴുതിയപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി ഇവിടെ 4 കോർണേഴ്സിലെ നമ്പേഴ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഇത് this one and this one. ഇനി എന്താ നമ്മൾ കാണണ്ടേ, ഈ നമ്പേഴ്സിന്റെ സമ്മ് കാണണം, ഡിഫറൻസ് കാണണം. അപ്പോൾ ഫസ്റ്റ് ഡയഗണലിലെ 2 കോർണേഴ്സിലുള്ളത് yx ഉം y plus 2 into x plus 2 അത് ആഡ് ചെയ്ത് സമ്മ് കാണണം. അപ്പോൾ yx പ്ലസ് ഇത് രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ y plus 2 into x plus 2. ആദ്യം എന്ത് വേണം, ഈ പ്രോഡക്റ്റിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. അതായത് x plus y into u plus v യുടെ ഫോമിൽ. അപ്പോൾ yx plus y into x, yx plus y into 2, 2y plus 2 into x, 2x plus 2 into 2, 4. ഇങ്ങനെ ആഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഒരുപോലെ ഉള്ളത് ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ yx ഉണ്ട്, ഇവിടെയും yx ഉണ്ട്. അപ്പോൾ രണ്ട് yxും കൂടി ആഡ് ചെയ്യാം. ഈ yxകളുടെ മുൻഭാഗത്ത് നമ്പർ ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഇവിടെയൊക്കെ 1 ആണ്. അപ്പോൾ ഒരു yxും ഒരു yxും 1 plus 1. അപ്പോൾ 2yx plus 2y plus 2x plus 4. ഇതാണ് നമുക്ക് ആദ്യത്തെ ഡയഗണലിന്റെ ഡിഫറൻസ് കണ്ടപ്പോൾ കിട്ടിയത്. ഇനി നെക്സ്റ്റ് വൺ കാണാം. y into x plus 2 plus y plus 2 into x. ഈ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ yx plus y into 2, 2y plus ഇവിടെ xy നമുക്ക് yx തന്നെ എഴുതാം. yx plus 2x. അപ്പോൾ ഇവിടെ yx ഉണ്ട്, ഇവിടെയും yx ഉണ്ട്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 2yx plus 2y plus 2x. രണ്ട് ഡയഗണലിലെയും കോർണർ നമ്പേഴ്സിന്റെ സം എഴുതിയിട്ടുണ്ട്. ഇനി എന്ത് വേണം ഡിഫറൻസ്. നമ്പേഴ്സ് എഴുതിയപ്പോൾ നമുക്ക് എത്ര ഡിഫറൻസ് കിട്ടിയത് 4 ആണ് കിട്ടിയത്. അപ്പോൾ ഇതിൽ 4 ആണോ നോക്കാം. രണ്ട് സമ്മാണ് ഇത് രണ്ടും. അപ്പോൾ ഇതിൽ 2x ഉണ്ട്, ഇതിലും 2x, 2y 2x 2x. അപ്പോൾ ഇവിടെ അധികമുള്ള നമ്പർ എത്രയാണ് 4. അപ്പോൾ ഡിഫറൻസ് കാണുമ്പോൾ നമുക്ക് എന്താ കിട്ടുക 4 എന്ന് കിട്ടും. അപ്പോൾ നമ്പേഴ്സിൽ നമുക്ക് 4 കിട്ടി, അതുപോലെ തന്നെ എന്തും കിട്ടി, ഓൾജിബ്രയിൽ എഴുതിയപ്പോഴും 4 കിട്ടി. അപ്പോൾ ഓൾജിബ്ര യൂസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. വാട്ട് ഇഫ് വി ടേക്ക് എ സ്ക്വയർ ഓഫ് 16 നമ്പേഴ്സ്. 16 നമ്പേഴ്സിനെ സെലക്ട് ചെയ്താൽ അപ്പോൾ സമ്മ് ഡിഫറൻസും എത്രയായിരിക്കും നോക്കണം. 16 നമ്പേഴ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കോർണേഴ്സിലെ 4 നമ്പേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് കാണണം, ഡയഗണൽ സമ്മിന്റെ ഡിഫറൻസ്. ഡയഗണൽ സം എന്ന് പറയുന്നത് ഈ റൗണ്ട് ചെയ്ത നമ്പേഴ്സ്. അപ്പോൾ ഫസ്റ്റ് ഡയഗണലില് റൗണ്ട് ചെയ്ത നമ്പേഴ്സ് 4ഉം 25. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 4 plus 25 ഈക്വൽ ടു 29. നെക്സ്റ്റ് ഡയഗണലിലെ കോർണർ നമ്പേഴ്സ് 10 plus 10 ഈക്വൽ ടു 20. ഡിഫറൻസ് എന്താ 29 minus 20
ഈക്വൽ ടു 9. ഡിഫറൻസ് 9 ആണ്. ഈ ക്വസ്റ്റ്യനിൽ ഓൾജിബ്രയിൽ എഴുതാൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ആൻസർ മാത്രം നമ്മൾ എഴുതി 9. താങ്ക് യു.